നിലാവൊക്കെ മാറിയേ ഇരുട്ട് തുടങ്ങിയപ്പോഴേ വള്ളക്കാരൊക്കെ ഒരുപാട് പേര് പണിക്ക് പോകാനായിട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ അടിമലത്തുറ കടപ്പുറമാണ്. രാവിലെ സമയം 7 മണിയായിട്ടുണ്ട് കേട്ടോ. ഫെബ്രുവരി 6-ാം തീയതി സമയം 7 മണിയായിട്ടുണ്ട്. ഓരോ വള്ളക്കാരായിട്ട് കരയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. കരയ്ക്ക് വരുന്ന വള്ളക്കാരെ ട്രാക്ടർ വണ്ടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കരയ്ക്ക് വലിച്ചു കയറ്റുന്നത്. അതുപോലെ വള്ളം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രാക്ടർ വണ്ടിയുടെ ഹുക്ക് കൊണ്ടിട്ടിട്ട് വള്ളത്തിന് വലിച്ചു കയറ്റും കേട്ടോ. അപ്പോൾ ലേലവിളിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ലേലവിളിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ പോലെയല്ല കേട്ടോ. ഇവിടെ വൈകുന്നേരം 3-3:30 മണി സമയമൊക്കെ പണിക്ക് പോകുന്ന വള്ളക്കാരൊക്കെ വരുന്നത് വെളുപ്പിന് ഏകദേശം 6 മണി സമയമാണ്. നമ്മുടെ മാതാമ്മമാരൊക്കെ വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി വിശേഷമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ണം കൊഴിയാളുണ്ട് കേട്ടോ. എന്ത് ലാസറേ മായിക്കുള്ളേ $4,10 ഇന്നലെയും കൊടുത്തല്ലോ. 3,900 ഇന്നലെ തട്ടിയാൻ പോണായി. ബാക്കിയെല്ലാ തന്നെ ഇടണ്ട് ആരോള്ള ആരോണ്ട്. നമ്മളിപ്പോൾ കണ്ട കത്തിക്കാരെന്നുള്ള സാധനമേ തട്ടുമടിക്കുള്ളതാണ്. 3,900 രൂപ കുട്ടയ്ക്ക് അളർന്നു കൊടുക്കുകയാണ് കേട്ടോ. കമ്പനിക്കാരാണ് എടുത്തത്. വേറെ മീനിൻ്റെ ലേലവിളിയൊക്കെ ഏതാണ്ട് ആ കൂട്ടം നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാമേ കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഒരു സമയം വരുന്നത് രാവിലെ 6 മണി മുതൽ മാക്സിമം ഒരു 8 മണി വരെയൊക്കെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് വന്നാൽ നമുക്കിവിടെ മീന്, വള്ളത്തിലെ മീൻ കിട്ടത്തില്ല. വേണമെങ്കിൽ നമുക്ക് കരമടി മീൻ, കമ്പാവല മീനൊക്കെ വാങ്ങാൻ പറ്റും. ഇതിലും കത്തിക്കാർ തന്നെയാണ് ഉള്ളത്. ഈ ഫെബ്രുവരി 6-ാം തീയതി നമ്മുടെ അടിമലത്തുറ കടപ്പുറത്ത് കണ്ണം കൊഴിയാളയും അതുപോലെ നാവിയക്കാര, നാവിയക്കത്തി, ആന ചവിട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ആ സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പൊതുവായിട്ടുള്ള മീനുകളുടെ വരവൊക്കെ ഇനി നാളെ മുതലോ ഇല്ല 2-3 ദിവസം കഴിഞ്ഞോ നോക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഇരുട്ട് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 15 ദിവസം നിലവും 15 ദിവസം ഇരുട്ടെന്നാണ് നമ്മുടെ കടപ്പുറ രീതിക്കൊക്കെ പറയുന്നത്. അപ്പോൾ ഇരുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം മീനൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. കണ്ണംകൊടിയാള ഒരു കുട്ടയ്ക്ക് കടപ്പുറ റേറ്റ് ഏകദേശം 6,000-ൽ കൂടുതൽ പോകുന്നുണ്ട്. അപ്പോൾ 6,000-ൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചിലവും കാര്യങ്ങളടക്കം എത്ര രൂപ ആകുമെന്ന് നമ്മുടെ കൂട്ടുകാരൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. 900, 900, 3,000, 400, 150, 200, 250, 300, 350, 400, 500, 600, 700, 3,700, 750, 800, 900, 4,000 രൂപ. 4,050 രൂപ, 100 രൂപ, 150 രൂപ, 4,250, 4,250, 300, 350, 400, 500, 4,550, 600, 4,600, 600, 600, 650, 700, 4,700, 850, 800, 4,800, 800, 800 രൂപ, 250 രൂപ, 900 രൂപ, 4,900, 900 രൂപ, 4,900, 900, 900 രൂപ, 5,000, 5,000 രൂപ, 5,000, 50, 5,050 രൂപ, 5,050, 50, 50 രൂപ, 5,050. മീനൊക്കെ നമ്മൾ പറഞ്ഞ ആ ഐറ്റം മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കമ്പനിക്കാർക്കാണ്. കത്തിക്കാരെയൊക്കെ അവർ KGക്ക് തൂക്കി കൊടുക്കുന്നുണ്ട്, കുട്ടയ്ക്ക് ലേലം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫെബ്രുവരി 6-ാം തീയതി നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ അടിമലത്തുറ കടപ്പുറത്തെ വിശേഷമാണ് നമ്മുടെ കൂട്ടുകാർ കാണിക്കേണ്ടത്. ഇവിടുത്തെ ഒരു ടൈമും കാര്യവും രാവിലെ 6 മണി മുതൽ ഏകദേശം മാക്സിമം ഒരു 8 മണി വരെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ മനസ്സിലാക്കി വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഞായറാഴ്ച ഒഴിച്ച് ബാക്കി ഈ പറഞ്ഞ ഒരു ടൈമിന് വന്ന് നോക്കുക. അത്യാവശ്യം കച്ചവടക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കടപ്പുറം കൂടെയാണ് ഈ അടിമലത്തുറ കടപ്പുറം എന്ന് പറയുന്നത്.
തൊട്ടടുത്തടുത്ത് തന്നെ വേറെ വേറെ കടപ്പുറങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പുല്ലുവള, അതുപോലെ പള്ളം, പുതിയതുറ, പൂവാറ് എന്നീ കടപ്പുറങ്ങളിലും ഈ പറഞ്ഞ ടൈം തന്നെയാണ്, ഈ പറഞ്ഞ ദിവസവും തന്നെയാണ്. ഞായറാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ പറഞ്ഞ സമയങ്ങളിൽ മീനുകൾ കിട്ടുന്നതാണ്. ഓരോ സ്ഥലത്തും ഓരോരോ മാർക്കറ്റുകളാണ്. മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെ ചൗക്ക എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ബൈ ബൈ.